ഹായ് നമസ്കാരം. എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ മാടപ്പള്ളി 1-ാം വാർഡിലാണ്. കാരണം ഞാനത് വരാനായിട്ടുള്ളൊരു സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ മത്സരിക്കുന്നത് എന്നെ ഡിഗ്രിക്ക് പഠിപ്പിച്ച എൻ്റെ മിസ്സാണ്. ഏറെ സന്തോഷവും അഭിമാനവും ഉണ്ട് എനിക്ക് ആ വീഡിയോ എടുക്കുന്നതിൽ. അപ്പോൾ ടീച്ചറിൻ്റെ വിശേഷങ്ങളും മറ്റും നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ടീച്ചറിനെ കാണണ്ടേ. ഇതാണ് എൻ്റെ ശൈല ടീച്ചർ, എന്നെ ഡിഗ്രിക്ക് പഠിപ്പിച്ച എൻ്റെ ശൈല ടീച്ചറാണ്. അപ്പോൾ ശൈല ടീച്ചറെ, ഞാൻ വന്നത് ടീച്ചർ ഈ പ്രാവശ്യം ഇലക്ഷന് നിൽക്കുന്നത് ആയിട്ട് ഞങ്ങൾ അറിഞ്ഞു. മുന്നേ ടീച്ചറിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം അറിയാം. അതിനെന്താ പ്രതീക്ഷ, നമുക്കകത്തോട്ട് സംസാരിക്കാം. ഓക്കെ ടീച്ചറിൻ്റെ കുടുംബത്തെക്കുറിച്ചൊന്ന് പറയാമോ? എൻ്റെ ഭർത്താവ് കർഷകനാണ്. മകൻ ഫെലിക്സ് എബി മാത്യു മഹീന്ദ്രയിൽ HR മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. വിവാഹിതനാണ്. മരുമകൾ ടീന മരിയ തോമസ് ഡോക്ടറാണ്. മകള് അലീന ട്രീസ മാത്യു അഡ്വക്കേറ്റായിട്ട് കോട്ടയത്ത് പ്രാക്ടീസ് ചെയ്യുന്നു. ടീച്ചർ അധ്യാപകന രംഗത്ത് എത്ര വർഷം ആണ് ഉണ്ടായിരുന്നത്? 23 വർഷത്തോളം ഞാൻ അധ്യാപന രംഗത്തുണ്ടായിരുന്നു. അതിനകത്തൊരു 6-7 വർഷം സ്കൂളുകളിൽ പഠിപ്പിച്ചു. പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഓപ്പൺ സ്കൂളിൽ 10 വർഷത്തോളം പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്തിരുന്നു. പിന്നീടാണ് മീഡിയ വില്ലേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ഞങ്ങളുടെ ടീച്ചറായിട്ട് കടന്നു വന്നത്. മിസ്സിൻ്റെ വോട്ടർമാർക്ക് മിസ്സിൻ്റെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളും ഒന്നറിയണം എന്ന് ഉണ്ടെന്ന് കൂട്ടിക്കും. അപ്പോൾ അങ്ങനെയുള്ള വോട്ടർമാർക്ക് ടീച്ചറിൻ്റെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊന്ന് പറയാമോ? MA ഇംഗ്ലീഷാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് MEd ചെയ്തു. പിന്നെ ഈ കഴിഞ്ഞ 2024 ഞാൻ MSW സോഷ്യൽ വർക്കിൽ മാസ്റ്റേഴ്സ് എടുത്തിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സോഷ്യൽ വർക്ക് ചെയ്യണമെന്നും സാമൂഹ്യ രംഗത്തേക്ക് ഇറങ്ങിയാൽ കൊള്ളാമെന്നും തോന്നുന്നത്. ടീച്ചർ ഒരു സംരംഭകയാണെന്ന് കേട്ടല്ലോ, അതിനെപ്പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞേ. ഞങ്ങൾ കർഷകരാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ തന്നെ പ്രോഡക്ട്സ് നമ്മൾ ജെയിൻ നാച്ചുറൽ പ്രോഡക്റ്റ് എന്ന പേരിൽ 2020 മുതൽ വിപണിയിൽ എത്തിക്കുന്നുണ്ടായിരുന്നു. നമ്മളുടെ കൃഷിയിടത്തിൽ നിന്ന് തന്നെയുള്ള മഞ്ഞൾപ്പൊടി, കാപ്പിപ്പൊടി, കുളപ്പൊടി ഇങ്ങനെയുള്ള സാധനങ്ങൾ ഞങ്ങൾ വിപണിയിൽ എത്തിക്കുവാണ്. ടീച്ചർ ഈ സാമൂഹ്യ പ്രവർത്തന രംഗത്തേക്ക് ഇപ്പോൾ ചുവട് വെക്കുവാണല്ലോ, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനായിട്ട് ടീച്ചർ ഉദ്ദേശിക്കുന്നത്? മാടപ്പള്ളി 1-ാം വാർഡിൻ്റെ പഞ്ചായത്ത് ഇലക്ഷനിലാണ് ഞാൻ നിൽക്കുന്നത്. നമ്മളുടെ വാർഡിൻ്റെ ഒരു സമഗ്ര വികസനം ആണ് മനസ്സിലുള്ളത്. സ്ത്രീകളെ പ്രത്യേകിച്ച് അവരുടെ ശാക്തീകരണം, അതാണ് നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മൾ ക്യാൻസർ പേഷ്യൻസ് ഉള്ള ഒരു ഗ്രൂപ്പ്, തണൽ എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിലൊരു ഗ്രൂപ്പുണ്ട്. അത് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതിനകത്ത് ഒരുപാട് ക്യാൻസർ പേഷ്യൻസും അവരെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്തും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തുമൊക്കെ ഞങ്ങൾ ഒത്തിരി വർഷങ്ങളായിട്ട് അവരുടെ കൂടെ ഉണ്ട്. കൗൺസിലിംഗ് രംഗത്തും അതെ, കൗൺസിലിംഗ് ആണ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. MSW മാസ്റ്റർ ഇൻ സോഷ്യൽ വർക്ക് കൗൺസിലിങ്ങിനാണ് ചെയ്തിരിക്കുന്നത്. അതെനിക്ക് ഇഷ്ടമുള്ളൊരു മേഖലയാണ്. നമുക്ക് ഇപ്പോൾ ഉള്ള അനിവാര്യമായിട്ടുള്ള ഇപ്പോൾ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും കുട്ടികൾ വഴിതെറ്റി പോകാതിരിക്കാനും അവർ ആൽക്കഹോൾ, ഡ്രഗ് അബ്യൂസ് ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ കുട്ടികളുടെ ഇടയിലുണ്ട്. അപ്പോൾ കുട്ടികളുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അവരുടെ കൗൺസിലിങ്, സ്ത്രീകളുടെ കൗൺസിലിങ്, ഇതൊക്കെയാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ടീച്ചറെ, മാടപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ ഈ 1-ാം വാർഡിൽ ടീച്ചർ മത്സരിക്കുന്ന ഈ വാർഡിൽ എന്തൊക്കെ വികസനങ്ങളാണ് ടീച്ചർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്? ഞാനിപ്പോൾ നമ്മൾക്ക് ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കത്തിൽ എനിക്ക് ഒരു 70% ആളുകളും സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യണം എന്ന് മനസ്സുകൊണ്ട് വിചാരിക്കുന്നത്. ഈ അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? മിഷൻ പദ്ധതി പോലുള്ള പദ്ധതികൾക്ക് വേണ്ടി നിൽക്കുന്ന ആൾക്കാർ, സ്ഥലമില്ലാത്തവർ, വീടില്ലാത്തവർ, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. പിന്നെ വീട് തീർത്തും പോയി മെയിൻ്റനൻസ് ചെയ്യാൻ നിവൃത്തിയില്ലാത്ത ആളുകളുണ്ട്. പെൻഷൻ കിട്ടാത്തവർ, പ്രായമുള്ള ആളുകൾ, കിടപ്പ് രോഗികളായിട്ടുള്ളവരുണ്ട്. അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പഞ്ചായത്ത് റോഡുകൾ ഇപ്പോൾ മെയിൻ്റനൻസ് ചെയ്യേണ്ടതായ രീതിയിൽ ഒരുപാട് ഏരിയകളുണ്ട്. ഈ കൊട്ടാരംകുന്ന് ഭാഗത്താണ് ഏറ്റവും എമർജൻസി ആയിട്ട് എനിക്ക് തോന്നിയത്. വഴികൾ ശരിയാക്കാൻ വേണ്ടിയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പിന്നെ വഴിവിളക്കുകൾ ഇല്ലാത്ത ഏരിയകളിൽ അത് ചെയ്തു കൊടുക്കണം. ഭിന്നശേഷിക്കാരായിട്ടുള്ള 1-2 പേരെ ഞാൻ വീടുകളിൽ സന്ദർശിച്ചപ്പോഴത്തേനും കാണാൻ സാധിച്ചിട്ടുണ്ട്. 2-3 പേരുണ്ട്. അവർക്ക് വേണ്ടി എന്നാൽ കഴിയുന്ന സഹായം, സ്വന്തമായി ഒരു സംരംഭം നടത്തുന്ന ആളെന്ന നിലയിൽ മറ്റുള്ളവരെ ചെറിയ സംരംഭങ്ങൾ തുടങ്ങാനും
അത് വളർത്തിക്കൊണ്ടുവരാനും ഒരു വരുമാന മാർഗം ഉണ്ടാക്കാനും സഹായിക്കാൻ കഴിയും. ടീച്ചറെ ഇപ്പോൾ ഇത്രയും വികസനങ്ങൾ ചെയ്യണമെന്ന് ടീച്ചർ പറഞ്ഞല്ലോ. അപ്പോൾ ഈ വികസനങ്ങളിൽ ഏത് വികസനത്തിനായിരിക്കും ടീച്ചർ ഏറ്റവും മുൻപന്തിയിൽ അല്ലെങ്കിൽ പ്രാമുഖ്യം കൊടുക്കുന്നത്? കുറേ കാര്യങ്ങൾ പറഞ്ഞതിനകത്ത് ഒന്നും നമുക്ക് മുൻഗണന കൊടുക്കാനോ ഒന്നും തള്ളിക്കളയാനോ പറ്റില്ല. എല്ലാത്തിനും തുല്യ പ്രാധാന്യം തന്നെയാണ് ഉള്ളത്. അപ്പോൾ അതെല്ലാം തന്നെ ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം. ടീച്ചറിൻ്റെ വോട്ടർമാരോട് എന്താണ് ടീച്ചറിന് പറയാനുള്ളത്? എൻ്റെ വോട്ടർമാർക്കൊരു സംശയമുണ്ട്, ഞാൻ വീണ്ടും അധ്യാപന വൃത്തിയിലേക്ക് പോകുമോ എന്ന്. എനിക്കിനി ഒരു 5 വർഷം കൂടെ വർക്ക് ചെയ്യാമായിരുന്നു. എൻ്റെ മുഴുവൻ സമയവും ആരോഗ്യവും നമ്മളുടെ സ്വാധീനവും എല്ലാം ഇനി സമൂഹത്തിന് മാറ്റിവെക്കണമെന്ന് വിചാരിച്ച് തന്നെയാണ് ജനസേവനത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ശൈല ജെയിൻ എന്ന ഞാൻ മാടപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ 1-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിയായി ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ മത്സരിക്കുകയാണ്. എല്ലാവരും എനിക്ക് വോട്ട് തന്ന് വൻപിച്ച ഭൂരിപക്ഷത്തോടെ എന്നെ ജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ടീച്ചറെ, ഇത്രയും നേരവും ടീച്ചറിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാനുമായിട്ടും എൻ്റെ പ്രേക്ഷകരുമായിട്ടും അതുപോലെ തന്നെ ടീച്ചറിൻ്റെ വോട്ടർമാരുമായിട്ടും ഒക്കെ പങ്കിട്ടതിൽ ഒരുപാട് സന്തോഷം. ടീച്ചറിന് എല്ലാവിധ വിജയ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. അപ്പം ഞാൻ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ സൈനിങ് ഓഫ് പ്രതീഷ്.